ചിറകുകൾ കൊഴിയുന്ന ഇന്ത്യൻ വ്യോമശക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രൺ ശക്തി ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യോമസേനാ വൃത്തങ്ങളെയും ഇന്ത്യൻ സർക്കാരിനെയും ഒരേപോലെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 31 ഫൈറ്റർ സ്ക്വാഡ്രനുകളാണ് പ്രവർത്തനക്ഷമമായി നിലവിലുള്ളത്. 42 ഫൈറ്റർ സ്ക്വാഡ്രനുകൾ ആവശ്യമുള്ള ഇടത്താണ് 31 സ്ക്വാഡ്രനുകൾ വച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വ്യോമസേന പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് 20 ആക്രമണ സ്ക്വാഡ്രനുകളും ചൈനീസ് വ്യോമസേനയ്ക്ക് 50 ആക്രമണ സ്ക്വാഡ്രനുകളും ഉണ്ടെന്ന വസ്തുത ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ചൈനയാകട്ടെ J-35, J-20 എന്നീ 2 5ാം തലമുറയിൽപ്പെടുന്ന അത്യാധുനിക പോർ വിമാനങ്ങൾ വൻതോതിൽ തങ്ങളുടെ വ്യോമസേനയുടെ ഭാഗമാക്കി. കൂടാതെ J-36 എന്ന 6ാം തലമുറ ഭാവി സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക പോർ വിമാനവും ചൈന ഈയിടെ അവതരിപ്പിച്ചു. 40 J-35 പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ നൽകാൻ ചൈന അടുത്തിടെ തീരുമാനിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 40 യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന് കൈമാറും. ഇത് ഇന്ത്യക്ക് സുരക്ഷാ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിഗ് യുദ്ധവിമാനങ്ങളുടെ വകഭേദങ്ങളാണ് ഭാരതീയ വായുസേനയുടെ ഭൂരിഭാഗവും. നേരത്തെ MiG-25, MiG-27, MiG-23, MiG-21, MiG-29 എന്നീ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്നത്. മിക്കോയിൻ ഗുറോവിച്ച് എന്നാണ് മിഗിന്റെ മുഴുവൻ പേര്. റഷ്യയുടെ അഭിമാനമായ ഈ യുദ്ധവിമാന ശ്രേണിയിലെ ഫൈറ്റർ ജെറ്റുകൾ ഒരു കാലത്ത് സാക്ഷാൽ അമേരിക്കയെ പോലും വിയറ്റ്നാം യുദ്ധത്തിൽ വിറപ്പിച്ചു. വിയറ്റ്നാം യുദ്ധത്തിൽ ഒരുപക്ഷെ അമേരിക്ക പരാജയപ്പെട്ടതിന് മിഗ് വിമാനങ്ങളോട് പിടിച്ചു നിൽക്കാൻ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിനും കഴിഞ്ഞില്ല എന്നത് കൊണ്ടാകാം. ഏകദേശം 10,000 യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് വിയറ്റ്നാം യുദ്ധത്തിൽ നഷ്ടമായി. ഇതിൽ ബഹുഭൂരിഭാഗവും റഷ്യൻ മിഗുകളാണ് വീഴ്ത്തിയത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം മിഗിന്റെ മികവ്. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലും 1999-ലെ കാർഗിൽ യുദ്ധത്തിലും മിഗ് വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു. 2019-ൽ ഇന്ത്യയുടെ ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ പാകിസ്ഥാന്റെ ഒരു F-16 പോർ വിമാനത്തിനെ മിസൈൽ ഉപയോഗിച്ച് വീഴ്ത്തുകയും ചൈനീസ് നിർമ്മിത JF-17 ഉൾപ്പെടെയുള്ള എല്ലാ പാകിസ്ഥാനി യുദ്ധവിമാനങ്ങളെയും ഇന്ത്യൻ ആകാശത്തു നിന്നും തുരത്തിയത് റഷ്യൻ നിർമ്മിത MiG-21, MiG-29, സുഖോയ് 30 എന്നീ യുദ്ധവിമാനങ്ങളായിരുന്നു. ഒപ്പം ഇന്ത്യൻ നിർമ്മിത LCA തേജസ് മാർക്ക് 1 യുദ്ധവിമാനങ്ങളും സഹായത്തിനായി ഉണ്ടായിരുന്നു. ബലാക്കോട്ടിലെ പാകിസ്ഥാനി ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഫ്രഞ്ച് നിർമ്മിത ഡെസോ മിറാഷ് 2000 യുദ്ധവിമാനങ്ങളായിരുന്നു. ഇന്ത്യൻ വായുസേനയിലെ പല മിഗ് വിമാനങ്ങളും 50ഓളം വർഷം പഴക്കമുള്ളവയാണ്. ഇടയ്ക്കിടെ വിമാനത്തിന്റെ യന്ത്രഭാഗങ്ങളും ആയുധ സംവിധാനങ്ങൾ, ഏവിയോണിക്സ് തുടങ്ങിയ ഘടകങ്ങൾ പരിഷ്കരിച്ചാണ് ഇവ പറക്കൽ യോഗ്യമാക്കി നിലനിർത്തുന്നത്. എന്നാലും കാലപ്പഴക്കമേറിയ MiG-21, MiG-23, MiG-27 ശ്രേണിയിലെ പോർ വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി വ്യോമസേന സേവനത്തിൽ നിന്ന് പിൻവലിക്കുകയാണ്. MiG-21 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ സേവനം നടത്തിയിരുന്നത്. ഇത് കഴിഞ്ഞാൽ Su-30 MKI ശ്രേണിയിലെ യുദ്ധവിമാനങ്ങളാണ്. 874 MiG-21 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ 400 എണ്ണം അപകടത്തിൽ തകർന്നു. 200 വൈമാനികരുടെ ജീവനും നഷ്ടമായി. ഇപ്പോൾ വെറും 40 MiG-21 ബൈസൺ വിമാനങ്ങളാണ് വ്യോമസേനയിൽ ഉള്ളത്. MiG-23, MiG-27 എന്നീ യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി സേവനത്തിൽ നിന്നും ഒഴിവാക്കി. 115 MiG-29 വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ 75 എണ്ണം ഇന്ത്യൻ വ്യോമസേനയിലും 40 എണ്ണം നാവികസേനയിലുമാണ് ഉള്ളത്. 272 സുഖോയ് 30 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. ഇപ്പോൾ സേനയുടെ കരുത്തും ഈ വിമാനങ്ങളാണ്. 36 ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യക്കുണ്ട്. കൂടാതെ 26 റഫാലുകൾ കൂടെ ഉടനെ ഫ്രാൻസിൽ നിന്നും വാങ്ങിക്കും. 38 LCA തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. കൂടാതെ 83 എണ്ണത്തിലുള്ള ഓർഡറുകളും വ്യോമസേന വിമാന നിർമ്മാതാക്കളായ HAL-ന് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിൽ കൂടുതലായി തദ്ദേശ നിർമ്മിത യുദ്ധവിമാനങ്ങൾ വേണം എന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യം. എന്നാൽ തദ്ദേശീയമായി മികച്ച ഒരു ജെറ്റ് എഞ്ചിൻ ഇപ്പോഴും രാജ്യത്തിന് നിർമ്മിക്കാൻ സാധിക്കാത്തത് തികച്ചും നിരാശാജനകമാണ്. ബഹിരാകാശത്ത് കൂറ്റൻ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് മികച്ച ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചുകൂടാ എന്ന് വിദേശ നിരീക്ഷകർ പോലും ചോദിക്കുന്നു. ഇപ്പോഴുള്ള LCA തേജസ് യുദ്ധവിമാനങ്ങൾക്ക് പോലും ശക്തി നൽകുന്നത് അമേരിക്കൻ നിർമ്മിത GE-404 എഞ്ചിനുകളാണ്. ഇവ വരുന്ന കാലതാമസവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ചേർക്കാൻ തടസ്സമാകുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയുടെ അത്യാധുനിക പോർ വിമാനമായ F-35 ഇന്ത്യക്ക് നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ തീരുമാനവുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോയാൽ ഇന്ത്യൻ വ്യോമശക്തിക്ക് ബലം വർദ്ധിക്കും. എന്നാൽ അമേരിക്ക ഇന്ത്യക്ക് സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യില്ല. സ്പെയർ പാർട്സ്, ആയുധങ്ങൾ എന്നിവയ്ക്ക് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. വിമാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ ഇന്ത്യക്ക് ഈ ഇടപാടിൽ ഗുണമേ ഉള്ളൂ.
റഷ്യയും ഇന്ത്യക്ക് Su-57 യുദ്ധവിമാനങ്ങൾ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഈയിടെ ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യ എയർ ഷോയിലാണ് ഇക്കാര്യം റഷ്യൻ അധികൃതർ അറിയിച്ചത്. എന്നാൽ റഷ്യയും സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഒരുക്കമല്ല. റഫാൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഫ്രാൻസും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നൽകിയാലും 10 വർഷം വരെ കാലതാമസം കരാർ പൂർത്തിയാക്കാൻ എടുക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഗുണകരമല്ല. ശക്തി ശോഷണവും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് തലവേദനയാകും. LCA മാർക്ക് 2 യുദ്ധവിമാനങ്ങളും AMCA യുദ്ധവിമാനങ്ങളും തദ്ദേശ നിർമ്മിത എഞ്ചിനുകളും അതിവേഗം വികസിപ്പിച്ചാലേ ഇന്ത്യക്ക് ആകാശത്തുള്ള കരുത്ത് നിലനിർത്താൻ സാധിക്കൂ. നിലവിൽ ഇന്ത്യയുടെ നട്ടെല്ലായ സുഖോയ് 30, മിറാഷ് 2000 എന്നീ യുദ്ധവിമാനങ്ങൾക്ക് ഇസ്രായേൽ നിർമ്മിത റഡാറുകളും മിസൈലുകളുമാണ് ഉപയോഗിക്കുന്നത്. ഒരു വിദേശ രാജ്യവും അവരുടെ മികച്ച സാങ്കേതിക വിദ്യകൾ മറ്റൊരു രാജ്യത്തിന് നൽകുകയില്ല എന്ന വസ്തുത മനസ്സിലാക്കി നമ്മുടെ സർക്കാർ യുദ്ധവിമാനങ്ങളുടെയും വിമാന ഘടകങ്ങളുടെയും ഗവേഷണ വികസന നിർമ്മാണ പ്രക്രിയകൾ ത്വരിതപ്പെടുത്തണം. ഒപ്പം തദ്ദേശീയ വിമാന നിർമ്മാതാക്കളായ HAL-ഉം നമ്മുടെ ശാസ്ത്രജ്ഞരും ആത്മനിർഭരത എന്ന ആശയത്തിലൂന്നി ഇന്ത്യൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലേ ഭാരതത്തിന്റെ ആകാശത്തെ അജയ്യരാകാൻ നമ്മുടെ വായുസേനയ്ക്ക് എക്കാലവും സാധിക്കും.